തുടർന്നു പ്രയാഗ്രാജ് കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാൻ ഖാനെതിരായ പോക്സോ കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ ഫർമാൻ ഖാന്റെ തൃക്കാക്കരയിലുള്ള സുഹൃത്തിനെ തേടിയാണ് പോലീസ് എത്തിയത്. ഹാജരാകില്ലെന്ന് സുഹൃത്ത് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചെന്ന സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം പോലീസ് സംരക്ഷണം വേണമെന്ന് കാട്ടി പെൺകുട്ടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, നമുക്കറിയാം ഈ ഒരു വിവാഹം കേരളത്തിലെ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ നടന്ന വിവാഹം ഒടുവിൽ അത് പോക്സോ കേസാകുന്നു. കേസും പ്രശ്നങ്ങളും മധ്യപ്രദേശ് പോലീസ് ഒടുവിൽ കൊച്ചിയിലെത്തുന്നു. ഈ ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണോ നീക്കം? ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? എന്തായാലും ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. 20-ാം തീയതി വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇവിടെ എത്തിയതിന്റെ ഉദ്ദേശം ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല. പ്രത്യേകിച്ച് ആ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മധ്യപ്രദേശ് പോലീസ് എന്തായാലും കേരളത്തിൽ എത്തിയിരിക്കുന്നത് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനാണ് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന. പക്ഷേ പെൺകുട്ടിയും ഭർത്താവും ഒളിവിലാണ്. എവിടെയാണെന്ന് പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഉടനെ പിടികൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഉടനെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ പെൺകുട്ടി അതിനിടയിൽ DGP-ക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തനിക്ക് പ്രായപൂർത്തിയായി, തന്റെ ആധാർ കാർഡിലെ വിവരങ്ങൾ അനുസരിച്ച് തനിക്ക് പ്രായപൂർത്തിയായി, തനിക്ക് പോലീസ് സംരക്ഷണം വേണം, തിരിച്ച് മധ്യപ്രദേശിലേക്ക് പോകാൻ തനിക്ക് തയ്യാറല്ല, അതുകൊണ്ട് തന്നെ പോലീസിന്റെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് നമ്മൾ കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം മധ്യപ്രദേശ് പോലീസ് കേരളത്തിലുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി അവർ വിവരങ്ങൾ ശേഖരിച്ചു. ഈ ഫർമാൻ ഖാന്റെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവുമുണ്ട്. കാരണം തട്ടിക്കൊണ്ടു പോകലാണ് ഈ സുഹൃത്തുക്കൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. പക്ഷേ സുഹൃത്ത് ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിട്ടില്ല. എന്തായാലും പോലീസ് എത്തിയിരിക്കുന്നത് ഈ പെൺകുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിയിരിക്കുന്നതും പെൺകുട്ടിക്കായുള്ള അന്വേഷണത്തിൽ പങ്കുചേർന്നിരിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഈ സ്വാഭാവികമായും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. കുടുംബം തിരിച്ചു കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിനത് കുട്ടിയെ കുടുംബത്ത് എത്തിച്ചേ മതിയാകൂ. അപ്പോൾ ഇനി പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് പോലെ ഒരു പോലീസ് സംരക്ഷണം കേരള പോലീസ് നൽകുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും കമ്മീഷണർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോടായി പറഞ്ഞത് മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് ഈ ഹൈക്കോടതിയുടെ വിധിയുടെ ഉത്തരവ് നമുക്ക് ലഭിച്ചത്, അത് പകർപ്പ് കൈമാറിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ അവരിവിടെ എത്തിയതെന്ന് അറിയുന്നില്ല. സ്വാഭാവികമായും കമ്മീഷണർ ആ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകില്ല. അത്രയും രഹസ്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മധ്യപ്രദേശ് പോലീസ് കേരളത്തിലുണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണ്. അതിനിടയിൽ ഈ പെൺകുട്ടി പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് കേട്ടോ. അതായത് നവമി, തനിക്കിപ്പോൾ പ്രായപൂർത്തിയായെന്നാണ് ഈ പെൺകുട്ടിയെ അവകാശപ്പെടുന്നത്. അതിൻ്റെ രേഖകളടക്കം നേരത്തെ ഹാജരാക്കിയിരുന്നെങ്കിൽ പോലും അത് വ്യാജമാണെന്നാണ് മധ്യപ്രദേശ് പോലീസിൻ്റെ കണ്ടെത്തൽ. മാത്രമല്ല മധ്യപ്രദേശ് DGP-ക്കും കേരള DGP-ക്കും നേരത്തെ തന്നെ ST കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ, അതായത് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പോലീസിൻ്റെ ഭാഗത്തൊക്കെ ജാഗ്രതക്കുറവ് ഉണ്ടായി എന്ന രീതിയിലുള്ളൊരു നിരീക്ഷണമായിരുന്നു കമ്മീഷൻ്റേത്. പക്ഷേ ഇങ്ങനെയൊരു പരാതിയുമായി പോലീസിന് ഈ പെൺകുട്ടി സമീപിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും കേരള പോലീസിൻ്റെ ഒരു നിലപാട്? ഈ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാൻ കഴിയുമോ? കാരണം നിയമപരമായത് സാധ്യമല്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. അത് രേഖകളിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്. ആശുപത്രി രേഖകൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തലും. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഈ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാൻ സാധിക്കുമോ? അതോ നിയമപരമായി കൃത്യമായ ഒരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമോ മുന്നോട്ട് നീങ്ങുക?
സ്വാഭാവികമായും കേരള പോലീസിന് ഒരു സംരക്ഷണം നൽകുവാൻ കഴിയില്ല. കാരണം അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. കുടുംബം ആ പെൺകുട്ടിയെ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിന് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയേ മതിയാകൂ. കാരണം നിയമപരമായി അത് മാത്രമാണ് നിലനിൽക്കുക. ഇപ്പോൾ ഈ യുവാവിന്റെ അറസ്റ്റ് മാത്രമാണ് പോലീസ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് യുവാവിനെ അറസ്റ്റ് ചെയ്യാൻ മധ്യപ്രദേശ് പോലീസിന് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പെൺകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്വാഭാവികമായും കുടുംബം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരികെ നൽകേണ്ട ഉത്തരവാദിത്വമുണ്ട്. മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിയതും ആ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. മധ്യപ്രദേശ് പോലീസിന്റെ കൈവശമുള്ള തെളിവുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം പറയുന്നത് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ്. പക്ഷേ പെൺകുട്ടി കാണിക്കുന്ന ആധാർ കാർഡിൽ പ്രായപൂർത്തിയായി എന്നുള്ളതാണ്. അത് കൃത്യമാണോ അതോ വ്യാജമാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ കുടുംബം നൽകിയ രേഖകളിൽ നിന്നെല്ലാം പോലീസ് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള രേഖയാണ്. അതനുസരിച്ച് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന വാദത്തിൽ തന്നെയാണ് കുടുംബവും അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് പോലീസും എത്തി നിൽക്കുന്നത്. ഇനി എന്തായാലും കേരള പോലീസ് മധ്യപ്രദേശ് പോലീസിന്റെ ആവശ്യപ്രകാരമുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും കേരള പോലീസും കടന്നിരിക്കുന്നത്. മറ്റ് രീതിയിലേക്കൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടതായി നമുക്ക് ലഭ്യമായിട്ടുമില്ല. മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. തൃക്കാക്കരയിൽ ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ എത്തി വിശദാംശങ്ങളൊക്കെ തേടിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയും യുവാവും കളമശ്ശേരി ഭാഗത്താണുള്ളത്. അതായത് കൊച്ചിയിൽ തന്നെയാണ്. മഹേഷ് കുമാറിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസ് എന്തിനാണ് കേരളത്തിൽ കൊച്ചിയിൽ എത്തിയതെന്ന് ഒരു വ്യക്തതയില്ല എന്നാണ് കമ്മീഷണർ മാധ്യമങ്ങളോട് നേരത്തെ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഹൈക്കോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നമുക്കൊന്നും പറയാനല്ലോ. മധ്യപ്രദേശിൽ നിന്ന് പോലീസ് വന്നിട്ടുണ്ടെന്നാണ്. ആ മധ്യപ്രദേശ് പോലീസ് വന്നിട്ടുണ്ട്, ബട്ട് ഹൈക്കോടതിന്റെ പരിധിയിലല്ലേ. അവരെന്തിനാണ് സർ വന്നിരിക്കുന്നത്? അവരെന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് ഹൈക്കോർട്ട് ഓർഡർ ഈസ് ദർ. മധ്യപ്രദേശ് പോലീസ് ദേ ഹാവ് എ കേസ്, ദേ ആർ അത് അന്വേഷിച്ച് അവർ വന്നിട്ടുണ്ട്. അത് മധ്യപ്രദേശ് പോലീസോട് ചോദിക്കേണ്ടത്. നമുക്കൊരു പരാതി നൽകിയിട്ടുണ്ടോ പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ട്? ഹൈക്കോടതി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിനുடைய കാപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി 20-ാം തീയതി വരെ സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതനുസരിച്ച് അവരും ചെയ്യുമായിട്ട്. നമ്മളോട് അസിസ്റ്റൻസ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ല, മധ്യപ്രദേശ് പോലീസ് മറ്റൊരു സേനാംഗില രീതിയിൽ നമ്മളോട് വന്ന് പറഞ്ഞ് നമ്മൾ ഇത് ഹൈക്കോടതിയിൽ പരിധിയുണ്ട്, അതിനുடைய കാപ്പിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകണമെന്നാണോ? അത് മധ്യപ്രദേശ് പോലീസോട് ചോദിക്കേണ്ടത്. താങ്ക് യു. വീണ്ടും നവമി ദിനേശിലേക്ക്. നവമി, ഇത് മധ്യപ്രദേശിൽ വലിയ ഒരു രാഷ്ട്രീയ കോളിളക്കം വരെ സൃഷ്ടിച്ചൊരു കേസ് കൂടിയാണ്. പോലീസ് അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. പക്ഷേ കേരള പോലീസ് ഒരു പ്രതിരോധത്തിലായ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നൊരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ ഒരു സഹായം ഈ വിഷയത്തിൽ മധ്യപ്രദേശ് പോലീസ് തേടിയിട്ടുണ്ടോ? എന്താണ് കമ്മീഷണർ വ്യക്തമാക്കിയത്? എന്തായാലും കേരള പോലീസ് മാത്രമല്ല, സംസ്ഥാന സർക്കാരും ഒരു വിധത്തിൽ പ്രതിരോധത്തിലായി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പെൺകുട്ടിയുടെ കല്യാണം നടത്താനായി മുൻപന്തിയിൽ നിന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ്. അവർക്കെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതിൽ അവരുടെ രീതിയിലുള്ള മറുപടി പറഞ്ഞെങ്കിൽ പോലും ഇത്തരത്തിലൊരു രേഖകൾ അല്ലെങ്കിൽ ഈ കുടുംബം പോലും എതിർത്തൊരു കല്യാണം അത് ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ യുവാവും യുവതിയും വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, പെൺകുട്ടിയും വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നടത്തിക്കൊടുക്കേണ്ട, ഇത്രയും തിടുക്കപ്പെട്ട് നടത്തിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊരു ചോദ്യങ്ങളൊക്കെയാണ് ബാക്കിയാകുന്നത്. എന്തായാലും കേരള പോലീസ് മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടുമില്ല. ഇപ്പോൾ ഈ മധ്യപ്രദേശ് പോലീസ് എത്തി. സ്വാഭാവികമായും കമ്മീഷണറിൽ നിന്നുമൊക്കെ വിവരങ്ങൾ തേടിയിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ആ യുവാവിന്റെ സുഹൃത്തിലേക്കുള്ള അന്വേഷണമൊക്കെ പോയിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകലാണ് ഈ സുഹൃത്തുക്കൾക്കെതിരായിട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിലുള്ളത്. എന്തായാലും അവർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ എത്താനും തയ്യാറായിട്ടുമില്ല. സ്വാഭാവികമായും അറസ്റ്റ് ഭയന്നിട്ടായിരിക്കും യുവാവിന്റെ സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയും യുവാവും ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയെ സ്വാഭാവികമായും കുടുംബത്തിന്റെ പരാതി അനുസരിച്ച് പെൺകുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് കമ്മീഷണർ ഓഫീസിലാണ്. മധ്യപ്രദേശ് പോലീസ് ഇവിടെ കമ്മീഷണറെ കാണാൻ ഒരിക്കൽ കൂടി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും കേരള പോലീസ് ഇതിൽ തിടുക്കപ്പെട്ട് മറ്റ് നടപടികളൊന്നും എടുക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരള പോലീസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരെയും കാത്തിരിക്കുകയാണ്. മധ്യപ്രദേശ് പോലീസ് സഹായം തേടിയിട്ടുണ്ടോ
തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ ഫർമാൻ ഖാനെ കണ്ടെത്താൻ ഉള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അയാൾക്ക് മുൻകൂർ ജാമ്യമുണ്ട്. പക്ഷേ ഈ യുവതിയെ, പെൺകുട്ടിയെ അവർ കൊണ്ടുപോകുമോ, അതോ കേരള പോലീസ് സംരക്ഷണം ഒരുക്കുമോ? ഇതാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.